ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞു കുട്ടികളുടെ ഫുൾ സ്കേർട്ടും ടോപ്പും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിത് കുറച്ചുപേര് റിക്വസ്റ്റ് ഇട്ടിരുന്നു, ഇതൊന്ന് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണ് കാണിക്കാവുന്നത്. അപ്പൊ കുറച്ച് നാളായി, ഞാൻ ഇത്തിരി താമസിച്ചു കേട്ടോ, എല്ലാം ക്ഷമിക്കണം. കാരണം ഇത്തിരി സമയത്തിന്റെ പ്രശ്നം കാരണമാണ്. ഇത് മാത്രമല്ല, വേറെയും കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഓരോന്നൊക്കെ. അപ്പൊ ഞാൻ എല്ലാവരുടെയും ഇടുന്നതായിരിക്കും സമയം കിട്ടുന്നത് പോലെ തന്നെ. ഈ വീഡിയോയിൽ ഞാൻ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും മാത്രമല്ല, കുഞ്ഞു കുട്ടികളുടെ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കേണ്ടതെന്നും ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെന്റ് എടുക്കുന്നത് ഞാൻ ആദ്യത്തെ എന്റെ ചുരിദാറിന്റെ വീഡിയോയിൽ ഇട്ടേക്കണ പോലെ തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പം മെത്തേഡ് എങ്ങനെയാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ബട്ടൺ ടോപ്പ് നമുക്ക് തയ്ക്കാനായിട്ട് ഞാൻ ആദ്യമേ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോഴായിരിക്കും ഇത്തിരി കൂടി മനസ്സിലാകുന്നത്. നമുക്ക് ആദ്യം വേണ്ട മെഷർമെന്റുകൾ, ടോപ്പിന് നമുക്ക് വേണ്ടത് ടോപ്പിന്റെ ഫുൾ ലെങ്ത് ആണ്. അതായത് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡറിന്റെ അവിടെ മുതൽ നമ്മൾ ടോപ്പിന് എത്ര ലെങ്ത് ആണോ വേണ്ടത്, അത് നമ്മൾ സാധാരണ കേരള സ്റ്റൈൽ ഫുൾ സ്കേർട്ടും ടോപ്പും ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ സ്കേർട്ടിന്റെ ഈ ഒരു പടി ഉണ്ടല്ലോ, പടിയുടെ ജസ്റ്റ് താഴെ നിൽക്കുന്നത് പോലെ വേണം ബ്ലൗസിന്റെ ലെങ്ത് വരാൻ. അപ്പോൾ ആ ഒരു ലെങ്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഷോൾഡറിന്റെ അവിടുന്ന് ഈ സ്കേർട്ട് ഇട്ട് കഴിയുമ്പോൾ പടിക്ക് താഴെ വരുന്ന ആ ഒരു ലെങ്ത് ആണ് ടോപ്പിന്റെ ലെങ്ത്. ചെസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ചെസ്റ്റ് പോർഷൻ. അതെടുക്കുന്നത് നമ്മൾ ചെസ്റ്റിന്റെ വണ്ണം എടുത്ത് അതിനെ ഡിവൈഡ് ചെയ്ത് 4 ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൂടെ 1/4 ഇഞ്ചാണ് കൂട്ടുന്നത്. കുട്ടികളുടെ ഡ്രസ്സുകൾ വരുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടില്ല, 1/4 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് കൂട്ടി എടുക്കുക. പിന്നെ വെയ്സ്റ്റിന്റെ വണ്ണവും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് 1/4 ഇഞ്ച് കൂട്ടുക. പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു സീറ്റിന്റെ പോർഷനാണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹിപ്പ് സൈഡിന്റെ വണ്ണമാണ് വേണ്ടത്. ആ വണ്ണം ഇതുപോലെ തന്നെ 4 ഡിവൈഡ് ചെയ്ത് പ്ലസ് 1/4 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന മെഷർമെന്റ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ വേണ്ടത് നമുക്ക് ഷോൾഡറിന്റെ ലെങ്ത് ആണ്. ഷോൾഡർ എത്രയാണോ ആ ഒരു ലെങ്ത് മെഷർമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ചുരിദാറിന്റെ വീഡിയോയിൽ ചുരിദാർ മെഷർമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിരുന്നു. അതേ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല. 1 ഫിംഗർ ലൂസ് ഇട്ട് മെഷർമെന്റ് എടുക്കുക. ഷോൾഡറൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് സ്ലീവ് ലെങ്ത് ആണ്. സ്ലീവിന് എത്ര ലെങ്ത് വേണം അതാണ് സ്ലീവ് ലെങ്ത്. പിന്നെ സ്ലീവിന്റെ അവിടുത്തെ റൗണ്ട് വിഡ്ത്ത്, അതായത് ഈ ഒരു ഭാഗത്തെ വണ്ണം, സ്ലീവ് വന്നു കഴിഞ്ഞ് ഈ അറ്റത്ത് വരുന്ന വശത്തെ വണ്ണം, ഇത്രയാണ് നമുക്ക് ടോപ്പ് പാർട്ടിന് വേണ്ട മെഷർമെന്റുകൾ. ഇനി വേണ്ടത് സ്കേർട്ടിന് നമുക്ക് സ്കേർട്ട് എവിടെയാണോ നമ്മൾ കെട്ടുന്നത് അവിടം തൊട്ട് ഫ്ലോർ ലെങ്ത്, താഴെ നിലത്ത് മുട്ടുന്ന, ജസ്റ്റ് മുട്ടുന്ന, അല്ലാണ്ട് മുട്ടി താഴെ കിടക്കുകയല്ല, മുട്ടുന്ന ആ ഒരു പൊസിഷനിലെ ലെങ്ത് ആണ് നമുക്ക് സ്കേർട്ട് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു മെഷർമെന്റ് വേണ്ടത് ഇവിടുത്തെ വണ്ണം, നമ്മൾ ആ കെട്ടുന്ന പോർഷനിലെ അവിടുത്തെ വണ്ണം. അത് നമ്മൾ ഈ ബ്ലൗസിനൊക്കെ എടുത്ത പോലെ 1 ഫിംഗർ ലൂസ് ഇടണമെന്നില്ല. കാരണം നമുക്കിവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈറ്റ് ആക്കണ്ട, എന്നാൽ കുട്ടിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ടൈറ്റ് ആണ് എടുക്കേണ്ടത്. ഇവിടുത്തെ ആ ഒരു വണ്ണമാണ് ഇവിടുത്തെ വണ്ണം വേണ്ടത്. സ്കേർട്ടിന് ഈ 2 മെഷർമെന്റുകളും മതി. നമ്മളിവിടെ വള്ളിയാണ് ഇടുന്നതെങ്കിൽ ഇത്തിരി ലൂസായാലും പ്രോബ്ലം ഇല്ല. എന്നാൽ ഹുക്കാണ് ഇവിടെ വെക്കുന്നതെങ്കിൽ നമ്മൾ കറക്റ്റ് ആ മെഷർമെന്റ് എടുക്കുമ്പോൾ കുട്ടിയുടെ വയറിന്റെ അവിടെ പിടിച്ച് നമ്മൾ ടൈറ്റ്, കുട്ടിക്ക് കംഫർട്ടബിൾ എത്രയാണോ ആ ഒരു ടൈറ്റ് പിടിച്ച് എടുത്തിട്ട് വേണം ഹുക്കിന്റെ മെഷർമെന്റ് എടുക്കാൻ. അത് ഹുക്ക് ഇടുന്നവർ മാത്രം അത് ശ്രദ്ധിക്കുക. പക്ഷെ കട്ടിങ്ങിൽ നമ്മൾ അല്ലാണ്ട് തന്നെ ഒരുപാട് ടൈറ്റ് ആക്കാണ്ട് 1 ഫിംഗർ ലൂസിലിട്ട് എടുക്കുക. ഓക്കെ. ഇപ്പോൾ മെഷർമെന്റിന്റെ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് തുണിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും സ്റ്റിച്ച് ചെയ്യുന്നതെന്നുമാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ.
ഇപ്പം നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഇത് തയ്ക്കാനായിട്ട്. സ്കേർട്ട് പോർഷനിലേക്ക് നമുക്ക് 1 മീറ്റർ ഓഫ് വൈറ്റിൻ്റെ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ഇത് സ്കേർട്ടിലേക്ക്. ഇത് ഞാൻ ലൈനിങ് എടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ ലൈനിങ് ആണ്. ടോപ്പിൻ്റെ ലൈനിങ് 1/2 മീറ്റർ ആണ്. ഇത് ഞാൻ ബോഡി പാർട്ടിലേക്ക് മാത്രമേ ലൈനിങ് ഇടുന്നുള്ളൂ, സ്ലീവിന് ഇടുന്നില്ല. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയൽ. ടോപ്പിൻ്റെ മെറ്റീരിയൽ ഒരു ബിറ്റ് പീസ് ഇരുന്നതാണ്. അപ്പോൾ ഞാൻ അത് വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സ്ലീവിനല്ല, നമ്മുടെ സ്കേർട്ടിൻ്റെ അടിയിൽ ബോർഡർ കൊടുക്കാനായിട്ട് ഒരു ലേസാണ്. ഞാൻ ഈ ഒരു സ്കേർട്ട് പോർഷൻ ചെയ്യുന്നതിൻ്റെ ബോർഡറായിട്ട് ഈ ടോപ്പിൻ്റെ ഒരു പീസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിത് ലേസ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ടോപ്പിന് തുണി മെറ്റീരിയൽ എടുക്കുമ്പോൾ 1/2 മീറ്റർ നമ്മുടെ ടോപ്പിനും പിന്നെ ഒരു 1/4 മീറ്റർ നമ്മുടെ സ്കേർട്ടിൻ്റെ അടിയിൽ ബോർഡറായിട്ട് കൊടുക്കാനും കൂടി എടുക്കണം. അപ്പം മൊത്തം 3/4 മീറ്റർ തുണി വേണം ടോപ്പിൻ്റെത്, സ്കേർട്ടിൻ്റെ 1 മീറ്റർ തുണി. ഓക്കെ, ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ലൈനിങ് ആണ് ആദ്യം ഞാൻ കട്ട് ചെയ്തും എടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ബാക്ക് പീസ് ജോയിൻ്റ് ഉള്ള വശം ഇവിടെയാണ്, ഒറ്റ മടക്ക് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും ഒറ്റ മടക്കിൽ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് ഇട്ടിട്ട് അതിൽ നിന്ന് ഈ മടക്കിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കി വേണം ഫ്രണ്ട് പീസ് വെക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് പീസിൻ്റെ ബാക്കിൽ സെൻറ്ററിൽ കൂടി നമ്മുടെ ഹുക്കിനായിട്ടുള്ള ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് വരുന്ന അവിടെ ഹുക്കിൻ്റെ പടി വെക്കാനായിട്ട് നമുക്ക് 1/2 ഇഞ്ച് തുണി എക്സ്ട്രാ വേണം. അപ്പോൾ ആ 1/2 ഇഞ്ച് തുണി നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഒരുപോലെയാണ് കട്ട് ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ വിഡ്ത്തൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതില്ലാണ്ടാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ പീസിൻ്റെ അവിടുന്ന് വേണം മെഷർമെൻ്റ് എടുക്കാനായിട്ട്. ഞാൻ ആദ്യമേ ഇപ്പം മെഷർമെൻ്റ് എടുക്കുന്നത് ഷോൾഡർ 4.5 എടുത്തേക്കുന്നത്. 4.5 എനിക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയേക്കുന്നത് 9.5 വണ്ണം ലെങ്ത്ത് കിട്ടിയേക്കുന്നത്. ആ ലെങ്ത്തിൻ്റെ പകുതി 9.5 എന്ന് പറയുമ്പോഴത്തേക്കും 4.25 വരും. ഇത്തിരി കുറച്ച് 4.5 ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. 4.5 തന്നെ കൈക്കുഴിയുടെ അളവിലേക്ക് 4.5 താഴേക്കും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണമാണ് ഇവിടെ എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ വണ്ണം എനിക്ക് 24 ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ആ 24 ഡിവൈഡ് ചെയ്ത് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടി, പ്ലസ് ഒരു 1/4 ഇഞ്ച്. അപ്പോൾ 6.25 ഇവിടെ മെഷർമെൻറ്റ് വന്നു. തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടു. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്, സാധാരണ കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത് ഒന്നും എടുക്കാറില്ല. എന്നാൽ ഒരു 5 വയസ്സിന് മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത് വരും. വേസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഷേപ്പ് വരുന്ന ആ ഒരു വശം ഷോൾഡറിൻ്റെ അവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്, ആ ലെങ്ത് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ 2.5 വയസ്സുള്ള കുട്ടിക്കായതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെയൊന്നും മെഷർമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 7.5 വെച്ച് നമുക്ക് അങ്ങോട്ട് എടുത്താൽ മതി. 7.5 വേസ്റ്റ് ലെങ്ത് എടുത്തു. എന്നിട്ട് വേസ്റ്റിൻ്റെ വണ്ണം നമുക്ക് കിട്ടിയിരിക്കുന്നത് 22 അതിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 5.5 പ്ലസ് ഒരു 1/4 ഇഞ്ച്, അപ്പോൾ 5.25 എടുക്കുന്നത്. 5.25 അത് നമ്മൾ എടുക്കുന്നത് ഈ ഫ്രണ്ട് പീസിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. ബാക്ക് പീസിൻ്റെ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടുന്നില്ല ഇതിനകത്തൊന്നും, അത് നമ്മൾ തള്ളിയിട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് ഇടുന്നത്. അത് കുഞ്ഞു കുട്ടിയായതുകൊണ്ട് കേട്ടോ. എന്നാൽ ഒരു ഇത്തിരി കൂടി ഒരു 6 വയസ്സിന് മേലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ബാക്കിൽ 2 ടക്സ് ഇട്ട് കൊടുക്കും. നമ്മൾ ആ ഒരു ടക്സ് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ തയ്യൽ തുമ്പിൽ ഒരു 1.5 ഇഞ്ച് ഇവിടെ ഇടും കേട്ടോ, ആ ടക്സിനും കൂടി കൂട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇടുന്നില്ല, 1 ഇഞ്ച് തന്നെ ഇടുന്നുള്ളൂ, നമ്മൾ ടക്ക് ഇടാത്തത് കൊണ്ട്. പിന്നെ നമ്മുടെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞത് 11 ഇഞ്ചായിരുന്നു. 11 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ്, മുകളിലത്തെ തയ്യൽ തുമ്പ് ഇവിടെ അടിയിലെ മടക്കി അടിക്കാനുള്ളതും കൂടി കൂട്ടി 12.5 ഇഞ്ചാണ് ഫുൾ ലെങ്ത് എടുത്തേക്കുന്നത്.
12.5. അവിടെയാണ് നമ്മൾ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം, അതായത് സീറ്റിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കുന്നത്. സീറ്റിൻ്റെ അവിടുത്തെ വണ്ണം എനിക്ക് 27 ഇഞ്ചാണ് കിട്ടിയേക്കണേ. അപ്പോൾ 27 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 6.25 6.25 പ്ലസ് ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി നമ്മൾ 7 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. തയ്യൽ തുമ്പ് ഇവിടെ 1 ഇഞ്ച് കൂടി ഇട്ടു. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യാൻ പോവാണ്. ഷോൾഡറിൽ നിന്ന് കൈക്കുഴിയുടെ അങ്ങോട്ടേക്കുള്ള 4.5 ഇഞ്ച് ഇവിടെ ജോയിൻ ചെയ്തു. എന്നിട്ട് ഇതൊരു സ്ക്വയറാക്കി വരച്ചു. എന്നിട്ട് ഇവിടുന്ന് ഈ മൂലയിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ഒരു പോർഷനെ നമ്മൾ 4.5നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 2.25 വെച്ച് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ ഈ ആം ഹോൾ കർവ് വരയ്ക്കുന്നത്. കണ്ടോ? ഓക്കെ, ഇത് ബാക്ക് പാർട്ടാണ്. നമ്മൾ ഫ്രണ്ട് പാർട്ടിന് ഒരു പൊടിക്ക് ഒരു 1/4 ഇഞ്ചിനടുത്ത് കുഴിച്ചു വെട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അവിടുന്ന് വേസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് സീറ്റിൻ്റെ അങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തയ്യൽ തുമ്പ് അതുപോലെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ താഴെ ഇവിടെ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ നെക്ക് വൈഡ് നമ്മൾ എടുക്കുന്നത് 2.5 ഇഞ്ചാണ് നെക്ക് വൈഡ് എടുക്കുന്നത്. നമുക്കപ്പോൾ അടിച്ച് മറിച്ച് വരുമ്പോൾ 2.25 ഇഞ്ച് വൈഡ് ഇവിടെ വരും. അപ്പോൾ 2.5 ഇഞ്ച് ഇപ്പം വൈഡ് എടുക്കുന്നത്. അത് ഫ്രണ്ടിൻ്റെ ഈ പീസിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. ബാക്ക് നമ്മൾ നോക്കുന്നേ ഇല്ല. ഫ്രണ്ടിൻ്റെ ഈ പീസിൽ നിന്ന് 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൻ്റെ ഇറക്കം, കഴുത്ത് നെക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്ക് നെക്ക് ഇറക്കം എന്ന് പറയുന്നത് 2 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മൾ ഈ നെക്ക് വൈഡ് 2.5ൽ നിന്ന് ഈ 2ലേക്കും 2.5ൽ നിന്ന് തന്നെ ഈ 3 ഇഞ്ചിലേക്കും മാർക്ക് ചെയ്യുക. കണ്ടോ? ഇതാണ് നമ്മുടെ ബാക്കിൻ്റെ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകും. അതിന് മുന്നേ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ചൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ കട്ട് ചെയ്യാനുള്ള വരകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ, ബാക്ക് പീസും ഫ്രണ്ട് പീസും. തയ്യൽ തുമ്പുകളൊക്കെ ഇട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പുതുതായിട്ട് പിന്നെ കൂടുതലൊന്നും ചെയ്യണ്ട. ഈ വരച്ച പാർട്ട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ ബാക്ക് പീസിന്റെ അളവിലേക്ക് കൂടിയാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത്. കഴുത്തും നമ്മൾ ബാക്ക് പീസിന്റെ അളവിലാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ? ഇനി നമ്മൾ ഇതിപ്പോൾ ബാക്ക് പീസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് പീസിനെ എടുത്തിട്ട് കട്ട് ചെയ്യുന്നത്.
ഇതിപ്പോൾ ലൈനിങ് പീസുകളായി കഴിഞ്ഞു. ഇത് ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് വെക്കുക, അല്ലെങ്കിൽ മാറിപ്പോവും. ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അബദ്ധങ്ങൾ പറ്റാതിരിക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമായി. ഇനി നമ്മൾ നല്ല പീസിൽ വെട്ടിയെടുക്കാൻ പോവാണ്. ഇത് ഇതേപോലെ തന്നെ ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ വേറെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത് കേട്ടോ. രണ്ടിൻ്റെയും മെഷർമെന്റ് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വണ്ണത്തിലൊക്കെ ബാക്കിന്റെ നമ്മൾ അരേഞ്ച് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ഇട്ട് വെട്ടിയെടുത്താൽ മതി. ബാക്ക് പാർട്ടിന്റെ ഈ ഒരു സൈഡിൽ നമുക്കിവിടെ ജോയിന്റ് ഉണ്ടായിരുന്നു, ആ ജോയിന്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. കാരണം ഓപ്പണിംഗ് ബാക്കിൽ നമുക്ക് വരുന്നതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒറ്റ മടക്കിലിട്ട് ഇത് ഫ്രണ്ട് പാർട്ടാണ്. സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പാർട്ടും 1 ഫോൾഡിൽ ഇട്ടു, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ആദ്യമേ തന്നെ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കേർട്ടിന്റെ അടിയിലേക്ക് വേണ്ട ബോർഡറിനുള്ള തുണിയാണ് ഞാനിപ്പോൾ വെട്ടാൻ പോകുന്നത്. അത് ഞാനൊരു 3 മീറ്റർ ലെങ്ത്തിൽ 3 മീറ്റർ വിഡ്ത്താണ് എടുക്കുന്നത് ആ ബോർഡറിന്റെ തുണിക്ക്. എന്നിട്ട് ഇവിടെ മടക്കി ഒരു അരയിഞ്ച് പോവും, ഇവിടെയും പോവും. അപ്പോൾ 2 ഇഞ്ച് വീതി നമുക്ക് കിട്ടത്തക്ക രീതിയിൽ. എന്നിട്ട് ആ ഒരു ലേസുമാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ആ ഒരു അളവിൽ ഞാൻ വെട്ടിയെടുക്കുകയാണ്. സ്ലീവാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനൊരു പീസിനെ 2ആയിട്ട് മടക്കിയിട്ടു. എന്നിട്ട് നമുക്കതൊരു 10 ഇഞ്ചോളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക മൊത്തം കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ ഒന്നുകൂടി മടക്കുക. നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത്. അപ്പം നമ്മൾ 4 ഇഞ്ച് എടുത്ത് അതിൻ്റെ ഒപ്പം ഒരു 2 പഫ് സ്ലീവാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പഫ് സ്ലീവിന് നമ്മൾ 4 ഇഞ്ച് പ്ലസ് ഒരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ വേണം. ആ പഫിന് വേണ്ടിയിട്ടുള്ളതാണ് അത്. അപ്പോൾ ഞാൻ മൊത്തം 6 ഇഞ്ച് അപ്പം നമുക്ക് വേണം ലെങ്ത്. ഇഞ്ച് ഈ 4 ഇഞ്ചും മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്. ഇനി നമ്മൾ കൈക്കുഴിയുടെ ഒരു അളവാണ്. കൈക്കുഴിയുടെ അളവ് നമ്മൾ എടുക്കുന്നത് ശരിക്കും 8ആണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ കുറച്ച് ചുരുക്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് കൂടി കഴിഞ്ഞിട്ട് ബാക്കി 8ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മൊത്തം 10 ഇഞ്ച് വന്നു. ടോട്ടല് 10 ഇഞ്ച്. ഇവിടെ ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ 8 ഇഞ്ച് എടുത്തത്. അപ്പോൾ ടോട്ടൽ വരുന്നത് 10 ഇഞ്ച് തന്നെ വരും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയും ആ ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്ലീവിന്റെ ലെങ്ത് എടുത്ത ഇതേ 4 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത 10 ഇഞ്ചിന്റെ അവിടെയും മാർക്ക് ചെയ്യുക 4 ഇഞ്ച്. എന്നിട്ട് അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. ഇവിടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിന്റെ കാര്യം മറക്കരുത്. ഓക്കെ, അപ്പൊ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ ഈ 10 ഇഞ്ച് ഇവിടെ എടുത്ത ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ച് ഇവിടുന്ന് 2.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു സ്ലാൻഡിങ് ആയിട്ട് ഈ ഒരു 2 ഇഞ്ചിന്റെ ഇങ്ങോട്ടേക്കാണ് നമ്മൾ ആ സ്ലാൻഡിങ് കൊണ്ടുവരുന്നത്. കണ്ട? എന്നിട്ട് നമ്മൾ ഇതിനെ എല്ലാത്തിനും കൂടി ജോയിൻ ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ.
അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. ഇത്രയും നമുക്ക് ഫ്ലീറ്റ്സ് ഇടാനായിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. 2 ഇഞ്ച് 2 ഇഞ്ച്. അപ്പോൾ മൊത്തം 4 ഇഞ്ച് ഫ്ലീറ്റ്സ് ഇടാൻ പറ്റും. ബാക്കിയുള്ളത് നമ്മുടെ സ്ലീവിന്റെ പാർട്ടിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ വണ്ണാണ്. ഇവിടെയും നമ്മൾ ഫ്ലീറ്റ്സ് ഇടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ 10 ഇഞ്ച് നമ്മൾ ഇവിടെ എടുത്തത്, അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഇങ്ങനെ വരച്ചെടുക്കുക. ഇപ്പൊ നമ്മൾ സ്ലീവിന്റെ പാർട്ടായി. ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയവർക്കാവുമ്പോൾ ഇതിപ്പോൾ കുഞ്ഞു കുട്ടിക്കാട്ടോ ഞാൻ 2 ഇഞ്ച്. നമുക്ക് ഇതിലൂടെ വലിയ പഫ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5-3 ഇഞ്ച് വരെയൊക്കെ എടുക്കാം വലിയ ആൾക്കാർക്ക്. 2 സ്ലീവായി. സ്ലീവിന് ഞാൻ ലൈനിങ് ഇടുന്നില്ല, പഫ് സ്ലീവ് ആയതുകൊണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഒരു 2 ഇഞ്ചിന്റെ ഇവിടെ നമ്മൾ ഒരു മാർക്കിങ് കൊടുക്കുക. കാരണം നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ അറിയാം ഇവിടെ വെച്ച് നമ്മൾ ഫ്ലീറ്റ്സ് നിർത്തണം. ബാക്കിയുള്ളത് നമ്മുടെ സ്ലീവിന്റെ പാർട്ടാണ്. ഓക്കെ, ഇനി ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ബോഡി പാർട്ട് ഇപ്പം ഫുള്ള് കഴിഞ്ഞു. ഇനി നമ്മൾ പടി വെക്കാനുള്ള തുണി ഇതിൽ നിന്ന് മുറിച്ചെടുത്താൽ മതി, ജസ്റ്റ് ഓരോ പീസുകൾ. ഓക്കെ, കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ സ്കേർട്ടിന്റെ പടിക്കുള്ള തുണി ആദ്യമേ വെട്ടി മാറ്റുകയാണ്. അത് ഞാൻ നമുക്ക് പടി ഒരു 1.5 ഇഞ്ചിന്റെ പടിയാണ് വെക്കണത്. 1.5 ഇഞ്ച് പടിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് നീളത്തിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ 2 ഇഞ്ച് വിട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് വേണ്ടത് മാത്രം കട്ട് ചെയ്ത് ഈ സ്കേർട്ട് പാർട്ടിൽ നിന്ന് മാറ്റാണ്. ഇത് പഠിക്കുള്ളതാണ്. ഇനി നമ്മൾ ഈ ഒരു ഫുൾ തുണീനെ ഓൾറെഡി ഇവിടെ ഒരു ഫോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ഇത് 2 ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളതിനെ വീണ്ടും ഒന്നുകൂടി തയ്യൽ തുമ്പിനെ പിടിച്ച് 2ആക്കി മടക്കിയിട്ടു. നമുക്ക് സ്കേർട്ടിന് വേണ്ട ലെങ്ത് 17 പടിയിൽ നിന്ന് നമുക്ക് 1.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ബാക്കി നമുക്ക് വേണ്ടത് 17 നിന്ന് 1.5 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വേണ്ടത് 15.5. അപ്പോൾ 15.5 തയ്യൽ തുമ്പ് ഒക്കെ കൂടി കൂട്ടി നമ്മളൊരു 16.5 എടുക്കുന്നുണ്ട്. ലെങ്ത് 16.5 ഇവിടെ എടുക്കണേ. മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്തതിനെ നമ്മളതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കട്ട് ചെയ്ത് മാറ്റാണ്. ഈ വരച്ച പോർഷനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയാണ്. ഓക്കെ, അപ്പം ഇനി ഇവിടെ ജോയിന്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗവും കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ കറക്റ്റ് ഇത്രയും നീളത്തിലുള്ള 2 പാർട്ടായിട്ട് നമുക്ക് കിട്ടും. ഫ്രണ്ട് പാർട്ടും സ്കേർട്ടിന്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ആയിട്ട്. ഓപ്ഷൻ ഇപ്പം നമ്മൾ 2ആയിട്ട് മുറിച്ചെടുത്തു കഴിഞ്ഞു. ഇതിന്റെ അടിവശത്താണ് നമ്മൾ ഈ ഒരു ബോർഡർ കൊടുക്കുന്നത്. ഈ ബോർഡർ കൊടുത്ത്
ഇവിടെ നമ്മൾ ആ ഒരു ലേസും വെച്ചിട്ടാണ് സ്കേർട്ട് റെഡിയാക്കുന്നത്. അതിനു മുന്നേ നമ്മൾ ഈ ഒരു 2 പീസുള്ള ഈ ഓഫ് വൈറ്റ് തുണീനെ ഒരു സൈഡ് നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മോൾ ഭാഗത്ത് നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വെയിസ്റ്റിന്റെ വണ്ണം നോക്കിയിട്ട് വേണം ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. നമുക്ക് വെയിസ്റ്റ് വിട്ട് കിട്ടിയിരിക്കുന്നത് 20 ഇഞ്ചാണ്. 20 ഇഞ്ചില് വെയിസ്റ്റ് വണ്ണം 20 ഇഞ്ചാവുമ്പോൾ ഫ്രണ്ട് പാർട്ടിൽ 10 ഇഞ്ചും ബാക്ക് പാർട്ടിൽ 10 ഇഞ്ചും വേണം. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡ് ജോയിന്റ് ഉണ്ടല്ലോ, ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ച് ഒറ്റയടിക്കാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് പോകുന്നത്. പക്ഷെ അപ്പം നിങ്ങൾ ഒറ്റയടിക്ക് ഫ്ലീറ്റ്സ് ഇടുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ കൂടി പോകാം, ബാക്ക് പാർട്ടിൽ കുറഞ്ഞു പോകാം. അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ ജോയിന്റിന്റെ അവിടുന്ന് ആ 10 ഇഞ്ച് ഇങ്ങോട്ടും 10 ഇഞ്ച് അപ്പുറത്തേക്കും ആയിട്ട് തന്നെ എടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ഫ്ലീറ്റ്സിന്റെ ഇറഗുലാരിറ്റീസ് വരില്ല, ക്ലിയർ അല്ല, ഒരുപോലെ വന്നോളും. മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് നമ്മൾ 10 ഇഞ്ച് ഇടുന്നതിനൊപ്പം തന്നെ നമുക്ക് അടുത്ത ഇങ്ങേ അറ്റവും കൂടി ജോയിൻ ചെയ്യണമല്ലോ. അപ്പം ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രയും കൂടിയാണ്. അപ്പം 10.5 ഇഞ്ച് എന്നുള്ള അളവിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ. ഏറ്റവും അടിയിൽ സ്കേർട്ടിന്റെ ഏറ്റവും അടിവശത്ത് നമ്മൾ ഈ പീസ് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് മടക്കി അടിച്ച് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു ലേസും കൊടുത്ത് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ച് അതിന്റെ മുകളിൽ ലേസും കൊടുക്കാൻ പോവാണ്. ഓക്കെ. എന്നിട്ടാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഒക്കെ ഇടുന്നത്. ബോർഡറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പീസൊക്കെ പിടിപ്പിച്ചു, ലേസും പിടിപ്പിച്ചു. ഇനി നമ്മൾ ഈ ജോയിന്റ് കൊടുത്ത അവിടുന്ന് നമ്മൾ 10.5 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പുറത്തതും 10.5 ഇഞ്ച്, ഇപ്പുറത്തെയും 10.5 ഇഞ്ച്, ആ ഒരു അളവില്. സ്കേർട്ടിന്റെ മറ്റേ ഒരു ജോയിന്റ് കൂടി ചെയ്യാനുണ്ടായിരുന്ന ആ വശം കൂടി ജോയിൻ ചെയ്തു. നമ്മൾ ആദ്യം ഈ ഇപ്പുറത്തെ സൈഡിൽ ജോയിന്റ് ചെയ്തിട്ടാണ് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഈ നമ്മുടെ ഹുക്കിന്റെ ആ വരുന്ന ഒരു പോർഷനിലെ അവിടെ നമ്മൾ ഈ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫുള്ളോടെ താഴത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മൾ ഒരു സ്കേർട്ടായി കണ്ടോ. ഇനി നമുക്ക് ഇതിനെ പടി പിടിപ്പിക്കേണ്ടത് ഇതുകൂടെ ഉള്ളൂ. അതോടെ സ്കേർട്ടിന്റെ പണി കഴിഞ്ഞു. ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പടിയുടെ പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അറ്റം വശം നമ്മൾ മടക്കി കൊടുത്തിട്ട് വേണം അടിക്കാനായിട്ട്. ഇങ്ങനെ അറ്റം വശം മടക്കി ഇതിങ്ങനെ അടിക്കുക. ഇതിലെവിടെ അടിച്ച് ഇത് മറിച്ചിടുക. എന്നിട്ടാണ് ഇതിനെ നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ മടക്കി ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് അടിക്കുന്നു. അപ്പം ഇങ്ങനെ പടി വരും. ഓക്കെ. പടിക്കുള്ള പീസ് ജസ്റ്റ് ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഇങ്ങനെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. എന്നിട്ട് മറിച്ചിടുക. എന്നിട്ട് ഇനി നമ്മൾ 1.5 ഇഞ്ച് വലിപ്പത്തിൽ ഇത് മടക്കി ഉള്ളിലേക്ക് ഇതിങ്ങനെ മടക്കി കൊടുത്ത് ഇവിടുന്ന് ഇങ്ങനെ അടിക്കുക. അതോടെ പടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ ഒരു വള്ളിയിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഹുക്കുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ. പടി വെച്ച് കഴിഞ്ഞു. സ്കേർട്ടിൻ്റെ പോർഷനും റെഡിയായി കഴിഞ്ഞു. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുന്നത് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൽ നമ്മുടെ കഴുത്തിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് രണ്ടും തമ്മിൽ ഈ സെൻറ്റർ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് മാറ്റി ഒരെണ്ണം ഇതിനും വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യമേ തന്നെ നമ്മൾ കഴുത്ത് തമ്മിൽ ഈ കഴുത്തിൻ്റെ പോർഷൻ അടിച്ച് മറിക്കുകയാണ്. ആദ്യമേ ഇതിങ്ങനെ അടിച്ചിട്ട്
തിരിച്ചിടുകയാണ് ചെയ്യണത്. ഓക്കെ, ഞാൻ ചെയ്തിട്ട് കാണിക്കാം. കഴുത്തിൻ്റെ ഈ വശം ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മറിക്കുക. ഇതൊരു സൈഡായി. അതുപോലെ തന്നെ ഇതും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കട്ടിങ്സുകളിട്ട് മറിക്കുക. പിന്നെ നിങ്ങൾ ഇത് 2 പീസായതുകൊണ്ട് നമ്മൾ വശങ്ങൾ തിരിഞ്ഞു പോകരുത്. നമ്മൾ നോക്കിയിട്ട് തന്നെ ഇത് റൈറ്റും ലെഫ്റ്റും ആയിട്ട് തന്നെ കൃത്യമായിട്ട് വരണം കേട്ടോ. അത് അബദ്ധം സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അത് റൈറ്റും ലെഫ്റ്റും ആയിട്ടല്ലേ വരുന്നതെന്ന് നോക്കണം. അപ്പം നമ്മൾ കഴുത്ത് ബാക്കിൻ്റെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ പടി വെച്ച് നമ്മൾ മറിക്കാൻ പോവാ, കൊളുത്തിനുള്ള പടികൾ വെക്കാൻ പോവാണ്. അത് നമ്മൾ സാധാരണ നമ്മൾ സാരി ബ്ലൗസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ തള്ളുപടിക്ക് 2 ഇഞ്ച് വീതിയിലുള്ള പീസ് എടുക്കുന്നു. ഹുക്കിൻ്റെ പടിക്ക് 1 ഇഞ്ച് വീതിയിൽ ഇത് അടിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി അടിക്കുന്നു. ഇത് തള്ളി ഇത്തിരി പുറത്തേക്ക് വരുന്ന രീതിയിൽ സാരി ബ്ലൗസിന് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്തിട്ട് കാണിക്കാം. ടോപ്പിൻ്റെ പടികൾ 2ഉം തള്ളുപടിയും ഉള്ളിലേക്കുള്ള പടിയും വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ബാക്ക് പീസിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കഴുത്താണ് ശരിയാകാൻ പോണത്. ഈ ബാക്ക് പീസിന് നമ്മൾ ചെയ്തതുപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് അടിച്ച് മറിച്ച് ഇടുകയാണ് ചെയ്യണത്. ഫ്രണ്ട് പാർട്ടിൻ്റെ കഴുത്ത് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഷോൾഡർ, ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഷോൾഡറുകൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇത് വെച്ചിട്ട് നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുക, ഷേപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ലീവിൻ്റെ കാണിക്കാം. ടോപ്പിൻ്റെ സ്ലീവ് ഒഴിച്ച് ബാക്കി പണികളൊക്കെ കഴിഞ്ഞു. നമ്മൾ അടിയിൽ മടക്കി അടിച്ച് കഴിഞ്ഞിട്ടാണ് ഷേപ്പ് ചെയ്തത്. ഷേപ്പിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ് റെഡിയാക്കാൻ പോവാണ്. സ്ലീവ് റെഡിയാക്കണതിന് നമ്മൾ ലൈനിങ് ഇടണില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്ത ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ ഇവിടെ ഫ്ലീറ്റ്സ് അങ്ങോട്ട് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സ് പോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ലീവിൻ്റെ അറ്റം വശം ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ നേരിയ രീതിയിൽ മടക്കിയടിക്കുക. ഞാൻ കാണിക്കാം. സ്ലീവിൻ്റെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ബോക്സ് ഫ്ലീറ്റ് ആദ്യം ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് 3 ഫ്ലീറ്റ്സുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടു. എന്നിട്ട് ഈ സൈഡിലത്തെ ഏറ്റവും അറ്റം വശം സ്ലീവ് റൗണ്ടിൻ്റെ വശത്ത് നമ്മൾ നേരിയതായിട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയടിച്ചു. ഇത് കോട്ടൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നേരിയതായിട്ട് നമുക്ക് മടക്കാൻ പറ്റുന്നത്. അല്ലാത്ത തുണിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കി അടിക്കാൻ പാടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തുണി ഉരുട്ടി തയ്ക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ ഈ വശം നമുക്ക് ഉരുട്ടി തയ്ക്കുന്നതായിരിക്കും ഇത്തിരി കൂടി ഭംഗി. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ മെഷീനുണ്ട്, ഞാനത് കാണിക്കാഞ്ഞത് ഇല്ലാത്തവർ കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ ചെറിയതായിട്ട് നേരിയതായിട്ട് മടക്കി അടിച്ചാലും മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിട്ട് ഇപ്പോൾ കണ്ണി അകലത്തിൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത് വലുതാക്കിയിട്ട് ഞാനൊരു അടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നൂല് വന്നേക്കണം. ഞാൻ ആ നൂല് വെച്ച് ഇതിനെ നൂല് വലിച്ചെടുക്കാൻ പോവാണ്. അത് ഞാൻ കാണിക്കാം. നൂലെടുത്തു, എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് ചുരുക്കി കൊടുക്കുകയാണ്. ഫ്ലീറ്റ്സ് അല്ല ഞാൻ അടിയിലിടുന്നത്, ഇതുപോലെ ചുരുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചുരുക്കിയതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളൊരു ലേസ്, നമ്മൾ സ്കേർട്ടിൽ പിടിപ്പിച്ച അതേ ലേസ് ഇവിടെയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചുരുക്കിയത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇതുപോലെ ചുരുക്കിയെടുത്തിട്ട് ഇതിപ്പോൾ ഒരു സ്ലീവിൻ്റെ വലിപ്പത്തിലേക്ക് വരും. എന്നിട്ടിത് നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് നോക്കി അടിച്ചിട്ട് ബോഡി പാർട്ടിലേക്ക് പിടിപ്പിച്ചാൽ മതി. ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവ് റൗണ്ട് നമുക്ക് വേണ്ടത് 4 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5 ഇഞ്ചിൽ കിട്ടുന്ന പോലെ നമ്മൾ ചുരുക്ക് കൊടുത്തിട്ട് നിർത്തുക. പിന്നെ ഇവിടെ കൈക്കുഴിയുടെ അളവ് എത്രയാണോ നമുക്കുള്ളത് ആ അളവിലേക്ക്
ഇത് വെച്ച് നോക്കുക. അപ്പോൾ കൂടുതലായിട്ട് തുണി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത്തിരി കൂടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ലീവ് പിടിപ്പിച്ചു. കണ്ടോ, ഞാൻ ഇതുപോലെ ഇത് സ്ലീവ് റൗണ്ട് ചെയ്ത് എടുത്തു, ലേസ് പിടിപ്പിച്ചു. എന്നിട്ടാണ് നമ്മുടെ ആമോളിൻ്റെ അളവിൽ കൈക്കുഴിയും സ്ലീവ് റൗണ്ടും കൂടി ചേർത്ത് അടിച്ചു. എന്നിട്ട് ഇതിലേക്ക് പിടിപ്പിക്കണത് കണ്ടോ. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ പണി കഴിയുകയാണ് കേട്ടോ. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പം നമ്മുടെ ടോപ്പിൻ്റെ പണി കഴിഞ്ഞു, സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓണക്കോടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.